നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിസാൻ്റെ ജാക്കി ഫൗണ്ടേഷൻ മാറ്റുന്ന വീഡിയോസാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ജാക്കി ഫൗണ്ടേഷൻ മാറ്റുന്നതിന് ആദ്യം ജാക്കിയൊക്കെ അഴിക്കണം. ആ ജാക്കി അഴിക്കാൻ പോണ വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് എന്തുകൊണ്ടാണ് ഈ ജാക്കി ഫൗണ്ടേഷൻ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഇതിന് ചെറിയൊരു പിരുക്കുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ആ ബോഡീൻ്റെ പിരുക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് ജാക്കി ഫൗണ്ടേഷൻ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ഫൗണ്ടേഷന് പിരുക്കം വന്നിരിക്കുകയാണെങ്കിൽ ചേസൊക്കെ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിട്ട് ബോഡി ഒരു സൈഡിലോട്ടൊക്കെ പോയിട്ടാണ് നിൽക്കുക. അപ്പം ബോഡി ഇതിന് ഏകദേശം ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് പുറത്തോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ മാറ്റാന്നുള്ള തീരുമാനത്തിലാണ് വന്നത്. അപ്പോൾ ആ ഫൗണ്ടേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ജാക്കി ഊരുന്നത്. ജാക്കി ഊരുന്നതിന് മുമ്പ് ജാക്കിത്തെ ഓയിൽ ഒഴിവാക്കണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാക്കിത്തെ ഓയിൽ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഓസോ കഴിക്കുമ്പം അതിന് ഭയങ്കരമായിട്ട് ഓയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജാക്കി താത്തതിന് ശേഷം മാത്രമാണ് ഓസുകൾ അയക്കുന്നത്. അപ്പം കുറഞ്ഞ രീതിയിൽ ഓയിൽ മാത്രമേ അയക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഓസ് അഴിക്കുന്നതിന് മുമ്പ് തന്നെ ഓസ് അഴിക്കുന്ന താഴത്ത് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലോ വെക്കണം നല്ലതാണ്. കുറച്ച് ഓയിൽ അതിലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് അഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഓയിൽ പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഓയിൽ പോകുമ്പോൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബക്കറ്റോ എന്തെങ്കിലും വെക്കണം എന്നുള്ളത് പറയുന്നത്. പിന്നെ ഈ ബോൾട്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ബോൾട്ട് കഴിക്കാനുള്ള ബുദ്ധിമുട്ടും ആ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ജാക്കി പുറത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ജാക്കി പുറത്തെടുക്കണതാണ്. അയാൾ ജാക്കി പുറത്തെടുക്കണത് സിമ്പിളായിട്ട് പുറത്തെടുക്കണത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത്രയും സിമ്പിളുള്ള സംഗതി ഒന്നുമില്ല. കുറച്ച് വെയിറ്റൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. മൂപ്പര് സിമ്പിളായിട്ടാണ് അടുത്ത് പുറത്തിടുന്നത്. അപ്പം ഞാൻ പുറത്തിട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഫൗണ്ടേഷൻ്റെ ആ ജാക്കി പുറത്തിട്ടതാണ്. സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതാണ് ആ കാണുന്നത് ജാക്കി. അതാണ് നിസാൻ്റെ ജാക്കി എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ ആ ഫൗണ്ടേഷൻ അഴിക്കണമെങ്കിൽ ഈ പൈപ്പുകളും ആ പമ്പും എല്ലാ സാധനങ്ങളും അഴിച്ചു മാറ്റണം. അപ്പോൾ ഇതൊക്കെ അഴിക്കുമ്പോൾ ആദ്യമായിട്ട് അഴിക്കണവരാണ് ശ്രദ്ധിക്കണം. അതൊക്കെ അഴിക്കണ എവിടുന്നാണ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കി വെക്കണം, നല്ലതാണ്. പറഞ്ഞതെന്ന് വെച്ചാൽ മൊത്തത്തിലാണ്ട് അഴിച്ചിട്ട് പോകണ്ട. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അഴിക്കുക. നമ്മൾ അഴിക്കുന്ന സാധനം തിരിച്ച് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ അഴിക്കണം. മൂപ്പര് കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും, അതുകൊണ്ടാണ് അത്രയും സ്പീഡിൽ അഴിക്കുന്നത്. അപ്പോൾ ഈ ബോൾട്ടുകളും കാര്യങ്ങളും ഒക്കെ അഴിച്ചിട്ട് ഇതൊക്കെ എന്തിനാണ് അഴിക്കണമെന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഗ്യാസ് കട്ടർ വരും. ഗ്യാസ് ചൂടൊക്കെ സാധ്യത കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോൾ ബാക്കി പൈപ്പുകളൊന്നും ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അഴിച്ചു വെക്കുന്നത് ഇതൊക്കെ. അപ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി അതിനൊരു ഡാമേജ് വന്നിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പണി തീരുമ്പോഴത്തേന് അതിൻ്റെ പണി എടുക്കാൻ വേണ്ടിയിട്ട് പായണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ആദ്യം അഴിച്ചു വെക്കുന്നത്. അപ്പോൾ ആ ബോൾട്ടൊക്കെ പുതിയ ബോൾട്ട് തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ബോൾട്ടൊക്കെ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ പുതിയ ബോൾട്ടുകളൊക്കെ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൗണ്ടേഷൻ. ഇനി ആ സെൻറ്ററത്തെ ഫൗണ്ടേഷൻ എടുക്കുന്നത്. ആ ഫൗണ്ടേഷൻ എടുത്ത വീഡിയോസാണ് നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ ആ ഫൗണ്ടേഷൻ കട്ട് ചെയ്യാനുള്ള ലെവലിങ്ങിലാണ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ 2 പ്ലേറ്റ് ജാക്കി നിന്നിന് ആ 2 പ്ലേറ്റാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ആ ഫൗണ്ടേഷൻ ശരിക്കും നോക്കിയാൽ അറിയാം, നമുക്ക് നല്ല പിരിക്കം കുടുങ്ങിയാൽ തന്നെ ആ ഫൗണ്ടേഷനുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഗ്യാസിനാണ് നമ്മൾ കട്ട് ചെയ്തത്. കട്ട് ചെയ്യുന്ന വീഡിയോസ് ആദ്യം ഇട്ടിനി നമ്മൾ മറ്റേ വീഡിയോസിലൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് കട്ടിങ്ങിൻ്റെ വീഡിയോസൊന്നും നമ്മൾ ഇടാത്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ആ 2 പീസാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലീറ്റും കട്ട് ചെയ്തെടുക്കും മറ്റേതിന് വെക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് ആ പ്ലീറ്റ് കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തി തന്നെ കട്ട് ചെയ്തേക്കേണ്ടി മറ്റേതിനെടുത്ത് വെക്കാനും നല്ല സുഖമാണ്. അപ്പോൾ പുതിയ ഫൗണ്ടേഷനുള്ള ആംഗിളറും ആ പീസും എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിന് ഹോൾസ് ഇടാണ് വേണ്ടത്. ഈ മാർക്ക് ചെയ്തത് ആ ഹോൾസാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ അതിന് വെച്ചിട്ട് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഹോൾസ് ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഹോൾസ് ഇടുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ ബിറ്റ് ചൂടായിട്ട് ബിറ്റ് കേടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വെൽഡിങ് ആണിത്. വെൽഡിങ് കഴിഞ്ഞ വീഡിയോസിലുള്ളിൽ തന്നെ മുത്തോട്ടം തന്നെയാണ് വെൽഡ് ചെയ്യണത്. മുത്തോട്ടം തന്നെയാണ് ഇവിടെ കൂടുതലും വെൽഡിങ് നടത്തുന്നത്. അപ്പോൾ മുത്തോട്ടം വെൽഡിങ്ങിന് നിൽക്കുകയാണ്. അപ്പോൾ ആ വെൽഡിങ് ഒക്കെ കഴിഞ്ഞ് രണ്ടാമത് റീസെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ബോൾട്ട് തന്നെയാണ് കയറ്റുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോൾട്ട് ടൈറ്റാക്കണ സൂരജാണ്. സൂരജ് ഭയങ്കര ടൈറ്റിങ്ങിലാണ്, ഇടയ്ക്ക് ചിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞ് അതിൽ വെച്ച സ്റ്റോപ്പറും എല്ലാ സാധനങ്ങളും പൊട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ